بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഉതൂ ബിഹി മുതശാബിഹൻ വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്ന മനോഹരമായ ആയത്തുകളിൽ ഒന്നാണിത്. ഇതിന് തൊട്ടു മുൻപുള്ള ആയത്ത് നരകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഫത്തഖുന്നാർ അല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിർ ഫത്തഖുന്നാർ അല്ലത്തി വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ വിപരീതമായ സ്വർഗത്തെക്കുറിച്ചാണ് പൊതുവെ വിവരിക്കാറുള്ളത്. ഈ ശൈലി ഖുർആനിൻ്റെ പൊതുവായ ശൈലിയാണ്. ആ ശൈലിക്കാണ് തർഗീബു വത്തർഹീബ് എന്ന് പറയുക. തർഗീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹവും താല്പര്യവും ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുക. തർഗീബ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ആഗ്രഹം. തർഗീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടാക്കുക, നന്മയിൽ, പ്രതിഫലത്തിൽ, സ്വർഗത്തിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആഗ്രഹം ജനിപ്പിക്കുക. ഇതിൻ്റെ നേരെ വിപരീതമാണ് തർഹീബ്. തർഹീബ് എന്നത് റഹ്ബത്ത് എന്നതിൽ നിന്നാണ്. ഒന്ന് റഗ്ബത്താണ്, മറ്റൊന്ന് റഹ്ബത്താണ്. ഇത് രണ്ടും ഇബാദത്ത് കൂടിയാണ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് ആഗ്രഹിക്കുക. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കലുള്ള ശിക്ഷയെ ഭയക്കുക. ഖുർആൻ്റെ പൊതുവായ ശൈലിയാണിത്. തർഗീബ്, തർഹീബ്. ആഗ്രഹം ജനിപ്പിക്കുക, അതുപോലെ ഭയം ജനിപ്പിക്കുക. തിന്മയിൽ നിന്ന് അകറ്റുന്നതിനു വേണ്ടി ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ തൊട്ടു മുൻപുള്ള ആയത്ത് നരകത്തെക്കുറിച്ചാണ്, ഈ ആയത്ത് സ്വർഗത്തെക്കുറിച്ചാണ്. മാത്രമല്ല, കഴിഞ്ഞ ആയത്തിൽ നരകത്തെക്കുറിച്ച് അള്ളാഹു ചുരുങ്ങിയ രൂപത്തിലാണ് വിശദീകരിച്ചത്. ഫത്തഖുന്നാർ ലത്തി വഖൂദുഹ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. എന്നാൽ ഈ ആയത്തിൽ സ്വർഗം അള്ളാഹു വിശാലമായി വിശദീകരിച്ചിരിക്കുന്നു. നരകത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായി വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇത് സൂറത്തുൽ ഫാത്തിഹയിലെ ശൈലിയോട് സമാനമാണ്. ഫാത്തിഹയിൽ ഈ ശൈലിയോട് സമാനമായ എന്ത് കാര്യമുള്ളത്? അർ റഹ്മാൻ, അർ റഹീം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് രണ്ട് ഇസ്മുകൾ കൊണ്ടാണ് വിവരിച്ചത്. എന്നാൽ മാലിക് യൗമിദ്ദീൻ, അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറയുകയും ഭയമുണ്ടാക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, മാലിക് യൗമിദ്ദീൻ. ഇവിടെ ഇതുപോലെ തന്നെ വിശാലമായി സ്വർഗം വിവരിക്കപ്പെട്ടിരിക്കുന്നു. നരകം ചുരുങ്ങിയ രൂപത്തിലാണ് അള്ളാഹു വിവരിച്ചത്. എൻ്റെ ഈ ആയത്തിൽ പറഞ്ഞത് വബശ്ശിരിൽ ലദീന ആമനു. വബശ്ശിർ, ബശ്ശറ, ബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. അത് കൽപ്പനയാണ്, അമ്രു ഫിഅലാണ്. വബശ്ശിർ, വാവില്ല, വാവ് ആൻഡ് എന്ന അർത്ഥത്തിലാണ്. നേരത്തെ പറഞ്ഞു നരകത്തെക്കുറിച്ച് താക്കീത് നൽകാൻ പറഞ്ഞു. വബശ്ശിർ, വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. വബശ്ശിർ മൻ, ആരോടാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? വബശ്ശിർ അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലദീന, ഒരു വിഭാഗത്തോട്. എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ആമനു, വിശ്വസിച്ചു. ഏതാ ഫിഅലിൻ്റെ രൂപം? അത് മാദി. ഏതാണ് അതിൻ്റെ ജംആൻ? ശൻതു. അല്ലദീന ആമനു, വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ, അവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലു, ഇസ്മാണ് ഫിഅലാണോ? ഫിഅലാണ്. ഏതാണ് രൂപം? മാദി എന്നാണ്. ഏതാ അതിൻ്റെ ജംആൻ? അല്ലേ, കുറേ ആളുകൾ ചെയ്തു. വഅമിലു, പ്രവർത്തിച്ച ആളുകൾ. ലദീന ആമനു വഅമിലു, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. എന്താണ് അവർ പ്രവർത്തിച്ചത്? അമിലു സാലിഹാത്ത്. സാലിഹത്തുൻ, സാലിഹാത്തുൻ. അങ്ങനെ പഠിച്ചു തോന്നുന്നു നമ്മൾ
എന്താ ഫായിലത്തുൻ ഫായിലാത്തുൻ അതേപോലെയാണ്. സാലിഹാത്ത് സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, സാലിഹത്തായ അമലുകൾ ചെയ്ത ആളുകൾ. വഅമിലു അഅ്മാലൻ സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, ഈമാൻ സ്വീകരിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, അവരോട് നബിയെ സന്തോഷവാർത്ത അറിയിക്കുക. ഉബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. എന്താണ് അവരോട് സന്തോഷവാർത്ത അറിയിക്കേണ്ടത്? അന്നലഹും, അന്ന എന്നുള്ള തഫ്സീറാണ്. സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ സന്തോഷവാർത്ത ഇന്നതാണ്. അതാണ് ഈ അന്ന. അന്ന ഇന്ന കാര്യമാണ്. അന്നലഹും, ലഹും അവർക്ക് ഉണ്ട്. ഉണ്ട് എന്ന് എവിടെ നിന്നാണ് കിട്ടിയത്? ലാന്ന് വന്ന. ഹും എന്നുള്ളതോ അവർ. ഇപ്പം ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്. നബിയെ സന്തോഷവാർത്ത അറിയിക്കുക, അവർക്കുണ്ട്. എന്തുണ്ട്? അന്ന ലഹും ജന്നാത്തിൻ. ഏതിൻ്റെ ബഹുവചന അത്? ജന്നത്ത് എന്നതിൻ്റെ ബഹുവചൻ. ജന്നത്തുൻ, രണ്ട് ജന്നത്ത് എങ്ങനെ പറയാം? ജന്നത്താനി. കുറേ ജന്നത്ത്. ജന്നാത്തുൻ. അന്ന ലഹും ജന്നാത്തിൻ. നബിയെ സന്തോഷവാർത്ത അറിയിക്കുക, അവർക്ക് എന്തുണ്ട്? ജന്നാത്തുകളുണ്ട്. ഒരു സ്വർഗമാണോ? അല്ല, സ്വർഗങ്ങളുണ്ട്, ജന്നാത്തുകളുണ്ട്. ഈ ആയത്ത് തെളിവാണ്. ഹദീസിൽ ഖുർആനിലൊക്കെ വന്നതുപോലെ സ്വർഗം പല വിധത്തിലാണ്. ഒരൊറ്റ രൂപത്തിലല്ല, ഒന്നു മാത്രമല്ല, മറിച്ച് പല സ്വർഗങ്ങളുണ്ട്. സൂറത്തുർ റഹ്മാൻ അള്ളാഹു പറഞ്ഞതുപോലെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് ഭയന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. വമിൻ ദൂനിഹിമ ജന്നതാൻ, അതിൻ്റെ താഴെ വേറെയും രണ്ട് സ്വർഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നതാനി മിനസ്സഹബ് ആനിയതുഹുമ വമാ ഫീഹിമ. രണ്ട് സ്വർഗങ്ങൾ സ്വർണം കൊണ്ടുള്ളതാണ്, അതിലെ പാത്രങ്ങളും സർവ്വതും. ജന്നതാനി മിനൽ ഫിദ്ദ ആനിയതുഹുമ വമാ ഫീഹിമ. രണ്ട് സ്വർഗങ്ങൾ വെള്ളി കൊണ്ടുള്ളതാണ്, അതിലെ പാത്രങ്ങളും അതിലുള്ളതാണ്. ധാരാളം സ്വർഗങ്ങളുണ്ട്. അവർക്ക് സ്വർഗങ്ങളുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ഈ സ്വർഗത്തിൻ്റെ പ്രത്യേകത? ഇനി സ്വർഗത്തെ വിശേഷിപ്പിക്കുകയാണ്. അടുത്തതൊക്കെ ഇനി വസ്ഫാണ്, സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ്. അവരുടെ സ്വർഗം എങ്ങനെയുള്ളതാണ്? തജ്രി, ജറ, യജ്രി, തജ്രി. തജ്രി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു. തജ്രി മിൻ തഹ്തിഹ, തഹ്ത് താഴെ, തഹ്തിഹ ഏതിൻ്റെ? മിൻ തഹ്തിൽ ജന്നാത്ത്, അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്നു. ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ തജ്രി ഒഴുകുന്നു. മുകളിൽ നോക്കിയാൽ താഴെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. തജ്രി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ തജ്രി ഒഴുകുന്നു. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ. അൽ അൻഹാർ ജംഅ ഏഷ്? നഹർ. നഹർ തന്നെ എന്താ? അരുവികൾ. അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്നു. അൻഹാർ എന്ന് പറയാൻ കാരണം മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ. ആയത്ത് ഞാൻ ഓതിയത് കറക്റ്റല്ല. ആ പറഞ്ഞ 4 അൻഹാറുകളുണ്ട്. വെള്ളത്തിൻ്റെയും പാലിൻ്റെയും തേനിൻ്റെയും മദ്യത്തിൻ്റെയും 4 അൻഹാറുകൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്നു. ഇതാകട്ടെ അജീബായ കാര്യമാണ്. കാരണം വെള്ളം ശരിയാണ്, ഉറവുകളിൽ നിന്ന് ഭൂമിയിൽ ഒഴുകുന്നുണ്ട്. പക്ഷേ പാൽ, തേൻ, അതുപോലെ തന്നെ മദ്യം, ഇതെല്ലാം ഒഴുകുന്നത് എവിടെ നിന്നാണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനെ ഒന്നും കാരണങ്ങളില്ലാതെ പടക്കുന്നതാണ്, അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്, ഇവ ഒഴുകുന്നതാണ്. ഇബ്നു ഖയ്യിം നൂനിയയിൽ വന്നതുപോലെ അത് പിന്നെ വശങ്ങളിൽ അതിരുകളോ കെട്ടുകളോ ഇല്ലാതെ അത് ഒഴുകുന്നതാണ്. ആളുകൾക്കത് അതിൽ നിന്ന് രുചിക്കാനും അതിനെ അവർക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചുവിടാനും അവർക്ക് സാധിക്കുന്നതാണ്. ഇതാണ് അൻഹാർ. തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ.
അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്നു. കുല്ലമ റുസിഖു മിൻഹ മിൻ സമറത്തിൻ. കുല്ലമ എന്താ കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം. മാ എന്ന് പറഞ്ഞാൽ കുല്ലു മൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും. മാ എന്ന് പറയുന്നത് മൻ എന്നുള്ളത് പൊതുവെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്, ആക്കിലിന് ഉപയോഗിക്കുന്നതാണ്. ഒരു വ്യക്തിയെ ചൂണ്ടി മൻ ഹാദ എന്നല്ല നമ്മൾ പറയാം. എന്നാൽ പുസ്തകം ചൂണ്ടിയിട്ടോ എന്താ പറയാ? മാ ഹാദ. കുല്ലമ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം. ഇവിടെ പറയുന്നത് കുല്ലമ എന്നുള്ളത് ദർഫ് എന്ന് പറയാം, കാലം, എപ്പോഴെല്ലാം, ഏതെല്ലാം വേളയിൽ. കുല്ലമ എപ്പോഴെല്ലാം ഉണ്ട്, അപ്പോഴെല്ലാം. കുല്ലമ ഏതൊരു സന്ദർഭത്തിലുണ്ടോ അപ്പോഴെല്ലാം. കുല്ലമ റുസിഖു കണ്ടല്ലേ മജ്ഹൂൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോഗശൈലി. കുല്ലമ റുസിഖു. അപ്പം അതിൻ്റെ മഅറൂഫ് എങ്ങനെ? റസഖ. റസഖൻ്റെ അർത്ഥം എന്താ? അള്ളാഹു റാസിഖാണ്. നൽകി അല്ലേ? റസഖ എന്ന് പറഞ്ഞാൽ വിജയം നൽകി. റുസിഖ നൽകപ്പെട്ടു. റുസിഖു അവർക്ക് മനസ്സിലായോ? സർഫ് പഠിച്ചുകൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? കുല്ലമ റുസിഖു കണ്ടില്ലേ? ധാരാളം ആൾക്കാരുണ്ട് അവിടെ, സ്വർഗ്ഗക്കാരുണ്ട്. റുസിഖു അവർക്ക് ഉപജീവനം നൽകപ്പെടുമ്പോഴെല്ലാം. കുല്ലമ റുസിഖു അവർക്ക് ഉപജീവനം നൽകപ്പെടുമ്പോഴെല്ലാം. കുല്ലമ റുസിഖു മിൻഹ അതിൽ നിന്ന്. ഏതിൽ നിന്ന്? മിനൽ ജന്നതി സ്വർഗത്തിൽ നിന്ന്. മിൻഹ എന്ന് പറയാൻ കാരണം, മിൻഹു എന്ന് പറയാതെ മിൻഹ എന്ന് പറയാൻ കാരണം എന്താ? ജന്നത്ത് മുഅന്നസാണ്, സ്ത്രീലിംഗ പദാണ്. അതുകൊണ്ട് മിൻഹ എന്ന് പറഞ്ഞത്. കുല്ലമ റുസിഖു മിൻഹ സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകപ്പെടുമ്പോഴെല്ലാം. എന്ത് ഉപജീവനം നൽകപ്പെടുമ്പോൾ? മിൻ സമറത്തിൻ. മിൻ സമറത്തിൻ. സമറ ഫലം, ഫലം, പഴം. ഏതു അവിടെ മിൻ ഉപയോഗിച്ചു. ഏതു തരത്തിലുള്ള പലതരത്തിലുള്ള സമറത്തുകളുണ്ട് എന്നതിന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പല അജ്നാസുകളുണ്ട്, പല വിധത്തിലുള്ള പല കോലത്തിലുള്ളതുണ്ട് എന്ന് ആ മിന്നുള്ളതിന് മനസ്സിലാവും. നമ്മൾ മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. വഖറജ്നാലക്കും വഖറജ്ന ബിഹി മിനസ് സമറാത്ത്. ആ മിൻ എന്നത് പലതരത്തിലുള്ളത് എന്ന അർത്ഥം നൽകുന്നതാണ്. അവർക്ക് അവിടെ എപ്പോഴെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പല വിധത്തിലുള്ള സമറത്തുകൾ, ഫലങ്ങൾ ഉപജീവനമായി നൽകപ്പെടുമ്പോഴും, എപ്പോഴെല്ലാം നൽകപ്പെടുന്നു അപ്പോഴെല്ലാം ഖാലു അതാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ല, മുന്നൊരിക്കൽ പറഞ്ഞിട്ടില്ലേ? മാതൃ ഫാലി ചിലപ്പോൾ എന്ത് ചെയ്യും? മുദാറിൻ്റെ അർത്ഥത്തിൽ വരും. അതിന് ഉദാഹരണമാണ്. അവർക്ക് എപ്പോഴെല്ലാം നൽകപ്പെടുന്നോ ഖാലു അപ്പോഴെല്ലാം അവർ പറയും. എന്താ അവർ പറയാ? ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ. ഹാദ ഇത്. അല്ലദീ റുസിഖ്നാ വീണ്ടും അത് ഇതാണ്. ഏതാ? മജ്ഹൂലല്ലത്. എന്താ അതിൻ്റെ അർത്ഥം? റുസിഖ്നാ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് നൽകപ്പെട്ടത്. ഹാദല്ലദീ റുസിഖ്നാ ഈ നമുക്ക് ഈ നൽകപ്പെട്ടത്. ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ. മിൻ ഖബ്ൽ മുൻപ്, ഞങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇത്. അവർ പറയും ഈ കാര്യം. ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ ഇത്, ഈ കിട്ടിയ പഴം മുൻപ് ഞങ്ങൾക്ക് നൽകപ്പെട്ട, ഉപജീവനമായി നൽകപ്പെട്ട, ഞങ്ങൾക്ക് തന്നിരുന്ന അതേ പഴം തന്നെയാണല്ലോ ഇത്. ഹാദല്ല അതാണ് മനസ്സിലായി. അർത്ഥം മനസ്സിലാക്കി വാക്കുകൾ ഓരോന്നായിട്ട്. ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ ഇതാണല്ലോ ഞങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ട അതേ ഇത് തന്നെയാണല്ലോ ഇത് എന്ന് അവർ പറയും. എപ്പോഴെല്ലാം അവർക്ക് പഴം നൽകുന്നു അപ്പോഴെല്ലാം അവരിത് പറയും. വഉതൂ ബിഹി മുതശാബിഹൻ. വഉതൂ ബിഹി മുതശാബിഹൻ. വഉതൂ അവർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഉതൂ ബിഹി. ബിഹി എന്നാൽ അവർക്ക് നൽകപ്പെട്ട ആ ഉപജീവനം. മുതശാബിഹൻ അത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്?
ഉതു എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടിരിക്കുന്നു. ഉതൂബിഹി അതെങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു? മുതശാബിഹൻ, മുതശാബിഹ് സാദൃശ്യമുള്ള വിധത്തിൽ അവർക്കത് നൽകപ്പെട്ടിരിക്കുകയാണ്. തഫ്സീറിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ രൂപം എന്താ പിന്നെ പറയാം. ഞാൻ ആദ്യ വാക്കുകൾ മാത്രം പറയാം. ഉതൂഹു ബി മുതശാബിഹൻ വലഹും ഫീഹാ അസ്വാജുൻ. വലഹും ഇതിനൊക്കെ പുറമെ അവർക്ക് എന്തുണ്ട്? വലഹും അവർക്കുണ്ട് ഫീഹാ ഫിൽ ജന്നാത്ത് സ്വർഗങ്ങളിൽ അവർക്കുണ്ട്. ആരുണ്ട്? അസ്വാജുൻ. സൗജത്താണ് അല്ല, അസ്വാജ് ഇണകളുണ്ട്. ഹദീസിൽ വന്ന പോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ചുരുങ്ങിയത് 2 ഇണകളുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ കാണാം നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. പക്ഷെ സ്വർഗത്തിലും എണ്ണ കൂടുതൽ ആർക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവുക. സ്വർഗത്തിൽ ഉണ്ടാവില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു കയറത്തും അങ്ങോട്ടുണ്ടാവില്ല. സ്വർഗത്തിൽ എന്തുണ്ടാവും? സ്ത്രീകൾ കൂടുതലുണ്ടായിരിക്കും. കാരണം ഓരോ ആളുകൾക്കും 2 വീതം ഇണകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾ സ്വർഗത്തിൽ കൂടുതലായിരിക്കും. പക്ഷെ അതിൽ ആരുണ്ടാവും? ഹൂറുൽ ഐനും അല്ലാത്തവരും ഉണ്ടായിരിക്കും. വലഹും ഫീഹ അസ്വാജുൻ. അസ്വാജുണ്ട് അവർക്കതിൽ. എന്താ ഈ അസ്വാജിൻ്റെ പ്രത്യേകത? മുതഹറ, ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, പരിശുദ്ധരാക്കപ്പെട്ടവരാണ്. മുതഹറ മിൻ ഐ ഷൈ, എന്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും? അള്ളാഹ് പറഞ്ഞില്ല. എല്ലാ നിലക്കും അവർക്ക് ശുദ്ധിയുണ്ട് എന്നറിയാൻ വേണ്ടി. ഷാൽ തഫ്സീർ നമ്മൾ പറയുന്ന പോലെ വഹും ഫീഹ ഖാലിദൂൻ. വഹും അതോടൊപ്പം ഹും മൻ സ്വർഗം കിട്ടിയ ഈ സ്വർഗക്കാരായ ഈമാൻ അമൽ സാലിഹാത്തുള്ള ആളുകൾ. വഹും അവർ ഫീഹ അതിൽ ഫിൽ ജന്ന സ്വർഗത്തിൽ ഖാലിദൂൻ ശാശ്വതരായിരിക്കും. ഖാലിദൂൻ അവരതിൽ എന്നേക്കുമായി ജീവിക്കുന്നവരായിരിക്കും. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. നമുക്ക് അതിൻ്റെ തഫ്സീറിൽ എന്താ ഉള്ളത്? വ അഖ്ബിർ അയ്യുഹർ റസൂലു. വ അഖ്ബിർ അറിയിക്കുക, അയ്യുഹർ റസൂൽ നബിയെ അറിയിക്കുക. മുഫസ്സിരീങ്ങൾക്ക് 2 അഭിപ്രായമുണ്ട് ഇവിടെ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. ബഷീർ നബിയെ സന്തോഷ വാർത്ത അറിയിക്കുക മുഅ്മിനീങ്ങൾക്ക്. വേറെ ചിലർ പറഞ്ഞു ഇല്ല, ഇത് പോലല്ലോ ഇല്ല, വബഷിർ സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഇത് എല്ലാവർക്കുമുള്ള കൽപ്പനയാണ്. കാരണം എന്താ? ഈ ആയത്തിൽ പറയുന്ന സന്തോഷ വാർത്ത എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാധകമല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എന്തായാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നാമത്തെ ഉദ്ദേശമാണ്. കാരണം അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ബഷീറാണ്, അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് വഹയെത്തിക്കുന്ന റസൂലാണ്. വബഷിർ സന്തോഷ വാർത്ത അറിയിക്കുക, വഅഖ്ബിർ അയ്യുഹ റസൂൽ നബിയെ സന്തോഷ വാർത്ത അറിയിക്കുക. ആരോട്? അഹ്ലൽ ഈമാനി, അഹ്ൽ കൂട്ടർ, അഹ്ലുൽ ഈമാൻ ഈമാനിൻ്റെ ആളുകളോട്. വൽ അമൽ സാലിഹി സൽക്കർമ്മങ്ങളുടെ ആളുകൾ. അപ്പോൾ ഈമാനും അമലു സാലിഹാത്തുകളും ഉള്ളവരെ നബിയെ അങ്ങ് അറിയിക്കുക. ഖബറൻ ഒരു അറിയിപ്പ്, അഖ്ബിർ ഖബറൻ നബിയെ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? ആ സന്തോഷ വാർത്തയുടെ പ്രത്യേകത എന്താണ്? യംല ഉഹും സുറൂറൻ, യംല നിറക്കും, യംല ഉഹും അവരെ നിറക്കുന്നതാണ്, സുറൂറൻ സന്തോഷം കൊണ്ട് നിറക്കുന്ന വാർത്ത അവർക്ക് അറിയിച്ചു കൊടുക്കുക. ഈമാനും അമലു സാലിഹാത്തുമുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയവും മനസ്സുമെല്ലാം സന്തോഷം കൊണ്ട് നിറക്കുന്ന ഒരു വാർത്ത നബിയെ അറിയിച്ചു കൊടുക്കുക. ഇത് ഇതിൻ്റെ അർത്ഥമാണ് ബഷീരില്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്. നോക്കൂ, ഈ അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് പലയിടത്തും ഖുർആനിൽ നിങ്ങൾ കാണുന്ന വാക്കാണിത്. ഈ ആയത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ഒരുക്കുന്ന ആയത്താണ്. എങ്ങനെ? ഈമാൻ എന്നാൽ കേവലം ഹൃദയത്തിലെ വിശ്വാസം മാത്രമല്ല,
കാരണം ഈമാനുള്ളവർ സ്വർഗത്തിലാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ അതിനോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു? വഅമലു അസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നുകൂടി പറഞ്ഞു. ഇപ്പം ഈമാൻ അമലില്ലാതെ ഈമാനാവുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈമാനിൻ്റെ ഭാഗമാണ് അമൽ, പ്രവർത്തനം, രണ്ടും വേണം. കേവലം ഹൃദയത്തിൽ വിശ്വാസമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈമാനിൽ അമൽ വേണ്ടെന്ന് പറഞ്ഞ വിഭാഗം ഏതാ? കക്ഷികൾ മുർജിഅ വിഭാഗക്കാരാണ്. അവരാണ് ഈമാനിൽ അമൽ വേണ്ടെന്ന് പറഞ്ഞത്. വിശ്വാസം ഉണ്ടായാൽ മതി. ചിലർ കടന്ന് പോയിട്ട് അവസാനം ജഹ്മികളിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു അള്ളാഹു ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, വിശ്വസിക്കുക കൂടി വേണ്ടിയില്ല, സത്യമാണെന്നും കൂടി പറയണ്ട, അറിഞ്ഞാൽ മാത്രം അവൻ മുഅ്മിനാണ്. പറഞ്ഞു നമ്മളെ ഈമാനും അബൂബക്കറിൻ്റെ ഈമാനും ഒരുപോലെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടും ഒരുപോലെയാണ്. കാരണം എന്താ? നമുക്കും അറിയാം, അവർക്കും അറിയാം. അബൂബക്കറിനും അറിയാം, നമുക്കും അറിയാം. പിന്നെ അത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനില്ല, ഇനി കൂടാനും കുറയാനുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈമാൻ ഒരിക്കലും കൂടുകയോ കുറയുകയോ ഇല്ല. പിഴച്ചവാദം പറഞ്ഞ ആളുകളാണ് അവർ. മാത്രമല്ല അള്ളാഹു പറഞ്ഞത് അമിലു സാലിഹാത്ത് എന്നാണ്. എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മതിയോ? ഇല്ല, അമിലു സാലിഹാത്ത്. ഒരു അമൽ സാലിഹാകണമെങ്കിൽ എന്താവണം? എന്താണ്? രണ്ട് കാര്യം ഉണ്ടായിരിക്കണം. ഏതൊക്കെയത്? അൽ ഇഖ്ലാസു വൽ ഇത്തിബാഉ. ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം. അതല്ലാത്തിടത്തോളം ഒരു കർമ്മം സൽക്കർമ്മമാവുകയില്ല. നിങ്ങൾക്കറിയാതെ സ്വതക്ക ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് കാര്യമില്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തായിരിക്കണം. ഒന്ന്. രണ്ട്, അൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ചെയ്തതായിരിക്കണം. ഇത് രണ്ടുമില്ലാതെ അമലുകൾ സാലിഹാവുകയില്ല. എന്താണ് അവരെ നബിയെ അറിയിക്കേണ്ടത്? അഖ്ബിർ അയ്യുഹ റസൂൽ അഹ്ല ഈമാൻ വൽ അമൽ സാലിഹ് ഖൈറൻ യംലഉം സുറൂറ ബിഅന്ന ലഹും ഫിൽ ആഖിറതി. അവർക്ക് ഉണ്ട്. എവിടെയുണ്ട്? ഫിൽ ആഖിറ, ആഖിറത്തിലുണ്ട്, പരലോകത്തുണ്ട്. ഹദായിഖ അജീബ. ഹദായിഖ് എന്തിൻ്റെ ബഹുവചനം? അത് ഹദീഖ. ഹദീഖ എന്ന തോട്ടം. ഹദായിഖ അജീബ. അജീബ അത്ഭുതകരമായ തോട്ടങ്ങൾ അവർക്കവിടെ പരലോകത്തുണ്ട് എന്ന് നബിയെ അറിയിക്കുക. തജ്രിൽ അൻഹാറു തഹ്ത ഖുസൂരിഹൽ ആലിയ. തജ്രിൽ അൻഹാർ, നദികൾ ഒഴുകുന്നു, തഹ്ത താഴെ കൂടെ, ഖുസൂരിഹ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾക്ക് താഴെ കൂടെ. അൽ ആലിയ ഉന്നതമായ, ഉയർന്നു നിൽക്കുന്ന. വ അഷ്ജാരിഹ വലീല. ഷ്ജാർ ഇതിൻ്റെ ബഹുവചന ഷജറത്ത്. വ അഷ്ജാരിഹ അതിലെ വൃക്ഷങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ. അവലീല തണൽ നൽകുന്ന. അല്ലേ? അതിൽ നിങ്ങൾക്ക് അറിയില്ലേ? അതിൽ നിഴൽ, തണലേകുന്ന അതിലെ വൃക്ഷങ്ങൾക്ക് താഴെ കൂടെ അരുവികൾ ഒഴുകുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ കാഴ്ച എത്ര ഭംഗിയുള്ളതായിരിക്കും. സല്ലല്ലാഹുൽ ജന്ന. കുല്ലമാ റസഖഹുമുല്ലാഹു ഫീഹാ നൗഅൻ മിനൽ ഫാക്കിഹത്തി ലദീദ. എപ്പോഴെല്ലാം അള്ളാഹു അവർക്ക് അതിൽ നിന്ന്, അതിലെ സ്വർഗത്തിലെ നൗഅൻ ഒരു ഇനം, മിനൽ ഫാക്കിഹത്തി ലദീദ രുചികരമായ ഏതൊരു ഫലം അവർക്ക് എപ്പോൾ എല്ലാം നൽകുന്നോ, ഖാലു അവർ പറയും, ഖദ് റസഖനല്ലാഹു ഹാദ നൗഅ മിൻ ഖബ്ൽ. അള്ളാഹു ഞങ്ങൾക്ക് ഇത് മുൻപ് തന്നിട്ടുണ്ട് എന്ന് അവർ പറയും. എപ്പോൾ കിട്ടിയോ അപ്പോഴൊക്കെ അവർ പറയും ഇത് ഞങ്ങൾക്ക് മുന്നേ ലഭിച്ചിട്ടുണ്ട്. ഫഇദാ ദാഖൂഹു. ദാഖ ഏത് ഹദീസ്? ദാഖ കൊണ്ട് തുടങ്ങുന്ന അഹ്സൻത. ദാഖ തഅമൽ ഈമാൻ, അല്ലേ? ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചിരിക്കുന്ന ഹദീസ് കേട്ടില്ല? ഫഇദാ ദാഖൂഹു അവരത് രുചിച്ചു കഴിഞ്ഞാൽ, വജദൂഹു, വജദ കണ്ടെത്തും, അവരതിനെ കണ്ടെത്തും. ഷൈഅൻ ജദീദൻ ഒരു പുതിയ കാര്യമായി. ഫീ തഅമിഹി വലദ്ദതിഹി. തഅമ് അതിൻ്റെ രുചിയും, വലദ്ദതിഹി അത് തിന്നുമ്പോഴുള്ള ആസ്വാദനവും ഇതുവരെ ഇല്ലാത്ത പുതിയ ഒരു കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകും.
വഇൻ തശാബഹ, വഇൻ ഇങ്ങനെ ആയാലും, വഇൻ ഇങ്ങനെ ആയാലും, വഇൻ തശാബഹ സദൃശ്യമുള്ളതായാലും, ഫിൽ ലൗനി വൽ മൻദരി വൽ ഇസ്മി. അതിൻ്റെ അർത്ഥം തശാബഹ, അത് സാദൃശ്യമുണ്ട്. ഏതൊക്കെ കാര്യത്തിൽ? അതിൻ്റെ നിറത്തിൽ, ഫിൽ ലൗനി വൽ മൻദർ കാഴ്ചയിൽ, വൽ ഇസ് പേര്. ഇത് മൂന്നും ഒന്ന് തന്നെ. പേരൊന്നാണ്, കാഴ്ചയിൽ ഒന്നാണ്, നിറത്തിൽ ഒന്ന് തന്നെ. സലഫുകളുടെ തഫ്സീറിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് സലഫുകളുടെ തഫ്സീറിൽ ഒന്ന് വാക്കാണത്. അങ്ങനെ തന്നെ പുറമേക്ക് തോന്നിച്ചാലും അവർക്ക് ഇത് രുചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് പഴയതല്ല, ഇത് പുതിയതാണ്. ഇതിൻ്റെ രുചിയും ആസ്വാദനവും വേറെയായിരിക്കും. ശരി, ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കാം. ഫസ്സീരീങ്ങൾ ഒരു ചർച്ച ഉണ്ട്, നിങ്ങളെന്ത് പറയും നോക്കട്ടെ. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ. അവർ പറയും ഇത് ഞങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടതാണ്. എപ്പോൾ നൽകപ്പെട്ടതാണ്? ദുനിയാവിൽ. അതൊരു കൗലാണ്. വേറൊരു കൗൽ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇന്നലെ. ഏതാണിത് ശരിയായ അഭിപ്രായം? എന്ത് കാരണം? കാരണം പറഞ്ഞു, വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞു. രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം, അവർ പറഞ്ഞു ഇത് ദുനിയാവിൽ ഞങ്ങൾക്ക് കിട്ടിയതുപോലെയുണ്ട് പുറമേക്ക് കാണുമ്പോൾ. പക്ഷേ ഇത് കഴിച്ചു നോക്കിയാൽ ദുനിയാവിലെ ഇതിനോട് അത് പുറമേക്ക് മാത്രമേ യോജിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ രുചി വ്യത്യാസമുണ്ടായിരിക്കും. രണ്ടാമത്തൊരു അഭിപ്രായം, ഇത് സ്വർഗത്തിൽ ഇന്നലെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെ തന്നെ, പക്ഷേ ഇന്നലെ തന്നതാണ്. ഇന്നലെ തന്ന അതേ സാധനം ഇന്ന് തന്നു നോക്കിയപ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു ദുനിയാവിൽ കിട്ടിയതാണെന്ന് പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം പറയാം, സ്വർഗത്തിൽ ഇന്നലെ നൽകപ്പെട്ടതാണെന്ന് പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു കാരണം ദുനിയാവിൽ മുൻപ് നൽകപ്പെട്ടത് പിന്നെയും നൽകപ്പെട്ടു എന്ന് പറയണമെങ്കിൽ സലഫുകൾ പലരും പറഞ്ഞിട്ടുണ്ട് എന്ത്, ദുനിയാവിലുള്ള വസ്തുക്കൾ പേരിൽ മാത്രമേ യോജിപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും രൂപത്തിൽ സാദൃശ്യമുണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല ചില ആളുകൾ വേറെ ഹദീസ് തെളിവായി പറഞ്ഞു ഒരു കണ്ണും കാണാത്തത്. അപ്പോൾ കണ്ണും കാണാത്തത് എന്ന് പറയണമെങ്കിൽ ഇത് ഒരിക്കലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്വർഗത്തിൽ നൽകപ്പെടുന്നതാണ്. ഇന്നലെ സ്വർഗത്തിൽ തന്നതാണ്. അത് ഇന്ന് വീണ്ടും ആവർത്തിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് മുന്നേ തന്നതാണ്. നല്ല അഭിപ്രായമാണല്ലോ, സംശയം. രണ്ടാമത്തെ ആളുകൾ പറഞ്ഞു എങ്കിൽ ചോദ്യം ഇതാണ്, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ, അവർക്ക് എപ്പോഴെല്ലാം ഫലം നൽകുന്നു അപ്പോഴെല്ലാം അവർ എന്താ പറഞ്ഞ സ്വർഗത്തിൽ നൽകപ്പെട്ട അല്ലേ, എപ്പോഴെല്ലാം നൽകപ്പെടുന്നു അപ്പോഴെല്ലാം അവരിത് പറയുന്നതാണ്. അപ്പോൾ ആദ്യം നൽകുമ്പോൾ അവരിതെങ്ങനെ പറയും? അപ്പോൾ ആദ്യം ഫലം നൽകുമ്പോൾ അവരെങ്ങനെ പറയും ഇത് ഞങ്ങൾക്ക് മുന്നേ തന്നിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞത് എപ്പോഴെല്ലാം നൽകുന്നു അപ്പോഴെല്ലാം അവരെന്ത് പറയും? ഇത് ഞങ്ങൾക്ക് മുന്നേ കിട്ടിയതാണെന്ന് പറയുന്നതാണ്. ഇപ്പം എല്ലായ്പ്പോഴും അങ്ങനെ പറയണമെങ്കിൽ സ്വർഗത്തിൽ ഇത് മുൻപ് നൽകപ്പെട്ടതായിരുന്നെങ്കിൽ ആദ്യത്തെ തവണ ഇത് പറയാൻ പറ്റില്ലല്ലോ. എന്ത് മറുപടി ഉണ്ട്? അപ്പം മറ്റേ അഭിപ്രായം സ്വീകരിക്കാനേ ഇത് ദുനിയാവിൽ കൊടുത്തതായിരിക്കും. ദുനിയാവിൽ കൊടുത്തതാണെന്ന് പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു സ്വർഗത്തിലെത്തിയ ആളുകൾ പിന്നെ ദുനിയാവിൽ മുൻപ് പുറമേക്ക് തോന്നിക്കപ്പെട്ടത് ആണ് പിന്നീട് സ്വർഗത്തിൽ നൽകപ്പെടുന്നത്. അതാണ് അവർ ഇവിടെ പറഞ്ഞത്. പക്ഷെ അവർ ഈ പറഞ്ഞ ഹദീസുകളാണ് അതിനെതിരെ പറഞ്ഞത്. കാരണം ഒരു കണ്ണും കാണാത്തത് ഒരു ചെവി കേൾക്കാത്തത് എന്ന് പറയുമ്പോൾ ഇതുവരെ അവർക്ക് നൽകപ്പെടാത്തതായിരിക്കണം. അപ്പോൾ നേരത്തെ ചോദിച്ച ഇഷ്കാലമുണ്ട്, എല്ലായ്പ്പോഴും പറയുമെന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ കുല്ലമ എന്നത് ആദ്യത്തെ തവണ ഇതിൽ നിന്ന് ഒഴിവാണ്.
അത് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ചില വാക്കുകൾ ഈ രൂപത്തിൽ പ്രയോഗിക്കാറുണ്ട്. അറബിയിൽ പൊതുവെ ഇങ്ങനെ ശൈലിയുണ്ട്. കാരണം ഇത് ആദ്യത്തെ തവണ നൽകപ്പെടുമ്പോൾ അവർ പറഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നീട് നൽകപ്പെടുമ്പോഴെല്ലാം അവരിത് പറയും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ കുല്ലമ എന്ന് പറയുമ്പോൾ എല്ലാ ഓരോ തവണയും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ എന്ന് അതിനർത്ഥമില്ല. ഇതാണ് ചില പണ്ഡിതന്മാർ കൊടുത്ത മറുപടി. അല്ലാഹു ആലം, ഏതാണ് കൂടുതൽ ശരിയെന്ന് പറയാൻ അല്ലാഹു ആലം. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ശരിയായി തോന്നുന്നത് ആഖിറത്തിൽ സ്വർഗത്തിൽ ഇന്നലെ നൽകപ്പെട്ടത് അത് വീണ്ടും നൽകപ്പെടുമ്പോഴാണ് അവരിത് പറയാം. അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കുല്ലമാ റുസിഖു മിൻഹ മിൻ സമറാത്തിൻ. കാരണം കുല്ലമാ റുസിഖു മിൻഹ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഫലം എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ മാത്രമല്ല ഹദീസുകൾ വന്നിട്ടുണ്ട്, സഹാബികൾ പറഞ്ഞിട്ടുണ്ട് ഇത് രൂപത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും, ഇവിടെ പേരിൽ മാത്രമേ യോജിപ്പുള്ളൂ, എല്ലാം പരലോകത്തെത്തിയാൽ വ്യത്യാസമുണ്ടായിരിക്കും. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറ, അതിൻ്റെ തഫ്സീറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ശരി. വലഹും ഫിൽ ജന്നാതി സൗജാതുൻ മുതഹറാത്തുൻ, അവിടെ സ്വർഗത്തിൽ അവർക്ക് ഇണകളുണ്ടായിരിക്കും. മുതഹറാത്തുൻ, പരിശുദ്ധരായിരിക്കും അവർ. മിൻ കുല്ലി അൽവാനി ദനസിൽ ഹിസ്സി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിൽ നിന്ന് ശുദ്ധരാണെന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. അതിനാണ് ഇത്ലാഖ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കേണ്ട ഭാഗമാണ്. ഇത്ലാഖ് എന്ന് പറയും. അല്ലാഹ് മുത്ലഖായി പറയും, നിരുപാധികം പറയും, ഒരു ഉപാധി വെക്കാതെ. എന്തിൽ നിന്ന് ശുദ്ധിയുള്ളവരാണ് അത് പ്രത്യേകം പറഞ്ഞില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അല്ലാഹ് നിരുപാധികം പറഞ്ഞാൽ അത് അർത്ഥം മുത്ലഖൻ, നിരുപാധികമാണ്. എല്ലാ നിലക്കും അവർ പരിശുദ്ധരാണ്. അതിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, എന്തിനധികം തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനിലേക്ക് അവർ നോക്കുക എന്നതിൽ നിന്ന് വരെ അവർ പരിശുദ്ധരാണ്. അതാണ് ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞത്. അവർ കണ്ണുകൾ താഴ്ത്തിയിരിക്കുന്നവരാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ വനിതകളെക്കുറിച്ച് പറഞ്ഞ വാക്കല്ല അത്. ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഖാസിറാത്ത്, അവർ ചുരുക്കുന്നവരാണ്. അത്തർഫ്, കാഴ്ച തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ മാത്രം, വേറെ എവിടേക്കും നോക്കില്ല. അവരുടെ ഇണകളെ അല്ലാതെ അവർ നോക്കുകയില്ല. മുത്തഹറാത്തുൻ എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധരാണ്, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധരാണ്. മിൻ കുല്ലി അൽവാനി ദനസ്, എല്ലാ നിലക്കുള്ള അൽവാൻ, അൽവാൻ പലതരത്തിലുള്ള, നിറന്നല്ല കേട്ടോ അവിടുത്തെ അർത്ഥം, മുന്നേ നമ്മൾ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദനസ് എന്നാൽ മാലിന്യം, എല്ലാ നിലക്കുള്ള മാലിന്യങ്ങളിൽ നിന്നും അവർ പരിശുദ്ധരാണ്. അൽ ഹിസ്സി, അൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ അനുഭവവേദ്യമായ എന്ന് പറഞ്ഞാൽ തൊട്ടറിയാവുന്ന വസ്തുക്കൾ, അതിനാണ് ഹിസ്സി എന്നറിയാം. ഹിസ്സി എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള, ഈ വാശാന്തി ഫിസിക്കലായിട്ടുള്ള വസ്തുക്കൾ, അതാണ് ദനസിൽ ഹിസ്സി. അത്തരം എന്ത്, അതായത് ഒരു സ്ത്രീ ദുനിയാവിൽ എത്ര സുന്ദരിയാണെങ്കിലും എത്ര മനോഹരിയാണെങ്കിലും അവരിൽ താല്പര്യം ഇല്ലാതെയാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കൽ ബൗലി വൽ ഹൈദി, മൂത്രം അവർക്ക് ഉണ്ടാവില്ല. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭക്ഷണം വിസർജ്യമായി പോവുകയില്ല. അതുപോലെ തന്നെ വൽ ഹൈദ്, ആർത്തവം ഉണ്ടാവുകയില്ല, നിഫാസ് ഉണ്ടാവുകയില്ല, എന്തിനധികം ജലദോഷം ബാധിക്കുകയില്ല, വായിൽ നിന്ന് വൃത്തിയില്ലാത്ത ഉമിനീര് പുറത്തേക്ക് വരികയില്ല, വേർപ്പ് പോലും ഏതു മണത്തിലാണ്? കസ്തൂരിയുടെ മണമുള്ളതാണ്. ഇത് പുരുഷനും സ്ത്രീക്കും ഇങ്ങനെ തന്നെയാണ്. ഇതാകട്ടെ സുബ്ഹാനല്ലാഹ് ഓരോ ആഴ്ചയും അധികരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ അവ മടുപ്പുള്ളതാക്കുകയില്ല. ഓരോ ആഴ്ചയും ഇത് അധികരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ആകട്ടെ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള, അവസാനമില്ലാതെ ഈ രൂപത്തിൽ അവരവിടെ ജീവിക്കുന്നതാണ്. അപ്പോൾ എല്ലാ നിലക്കുള്ള ഈ പറഞ്ഞ കുറവുകളിൽ നിന്നും അവർ പരിശുദ്ധരായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയിൽ ഭൂമിയിൽ എത്ര സുന്ദരിയാണെങ്കിലും അവരിൽ താല്പര്യം ഇല്ലാതെയാക്കിയേക്കാവുന്ന എന്തൊരു കാര്യമുണ്ട്, അതൊന്നും പരലോകത്തുണ്ടാവുകയില്ല. കഴിഞ്ഞോ? ഇല്ല. വൽ മഅനവി, അതുപോലെ തന്നെ മഅനവിയായ, മഅനവി എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് സ്നേഹം, ഇതൊക്കെ അത് മഅനവിയാണ്. സ്നേഹം തൊട്ട് വെക്കാൻ പറ്റില്ല,
എത്ര കാര്യങ്ങൾക്കാണ് മഅനവി എന്ന് പറയുന്നത്. എനിക്കത് മലയാളത്തിൽ വാക്കറിയില്ല. ആർക്കെങ്കിലും അറിയോ? ആശയപരമായ കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റും. അത് യോജിക്കുന്നില്ല. സീൻ്റെ ഓപ്പോസിറ്റ് സി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അറിയോ? ഫീലിംഗ് അല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ സ്നേഹം എന്നുള്ളത് സ്വഭാവം, അതൊക്കെ അതൊരു ക്യാരക്ടർ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുന്നതാണ് മഅനവി. ഹിസ്സി എന്ന് പറഞ്ഞാൽ തൊടാവുന്നത്, മറ്റേത് തൊട്ടറിയാൻ പറ്റാത്തത്. അതിൻ്റെ ഉദാഹരണം അവിടെ കൊടുത്തു നോക്കൂ. കെൽ കദിബ്, കളവ് പറയാന്നുള്ളത്. ഒരിക്കലും ഒരു കളവ് പറയില്ല. അതുപോലെ തന്നെ വസൂ ഇൽ ഖുലുഖ്, മോശമായ സ്വഭാവം ഉണ്ടാവില്ല. സ്വഭാവം തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ എന്താണ്? സ്വഭാവ ഗുണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അവർക്ക് ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ ശാരീരികമായ കാര്യങ്ങളിൽ യാതൊരു നിലക്കുള്ള ധനസ്സുകൾ വൃത്തികേടുകളും ഉണ്ടാവില്ല എന്നതുപോലെ അവർ മനസ്സിന് സുഖം നൽകുന്നവരാണ്. മനസ്സിന് സുഖം നൽകുക എന്നുള്ള സുബ്ഹാനല്ലാഹ്. പിന്നെ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞേക്കാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ചിന്തിച്ചാൽ അവന് ലഭിക്കേണ്ട നിഅമത്തുകളൊക്കെ ഇതിൽ പറഞ്ഞു. മസ്കൻ, ഭവനം, അന്നലഹും ജന്നാത്ത്, അതുപോലെ തന്നെ ഭക്ഷണം. ഒരാൾക്ക് ഒരു വീട് കിട്ടിയാൽ പിന്നെ വേണ്ടത് ഇനി അടുത്ത സുഖത്തിൻ്റെ ഘട്ടം ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടിയാൽ പിന്നെ ചേർന്നിരിക്കാനൊരു ഇണയാണ്. നോക്കൂ എത്ര കൃത്യമായ തർത്തീബിലാണ് പറഞ്ഞു. നോക്കൂ, ജന്നാത്ത് അതാകട്ടെ ഈ പറഞ്ഞ മനോഹരമായ കാഴ്ചകളുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്, എപ്പോഴും പുതിയ പുതിയ ഭക്ഷണം കിട്ടും. അത് കഴിഞ്ഞാൽ ഖലാസ് കഴിഞ്ഞാൽ ഇല്ല. അസ്വാജ് മുത്തഹറ, ശുദ്ധിയുള്ള ഇണകളുണ്ടായിരിക്കും. നോക്ക് തർത്തീബ് നോക്ക്, എത്ര മനോഹരമായ ക്രമത്തിലാണ്. അതാണ് ഖുർആനിൻ്റെ ഇജാസ്. ഞാൻ പലപ്പോഴും പറയാറില്ല നിങ്ങളോട്, ഖുർആൻ തഫ്സീർ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഇത്ര ഭംഗിയിൽ നമ്മൾ ഓതുന്നു. പക്ഷേ ഇതിനേക്കാൾ ഭംഗിയുള്ള ഷെയ്ഖ് സാലിഹിൻ്റെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതേപോലെ ഖുർആൻ നീ കേട്ടു നോക്കൂ, എത്ര മനോഹരമാണ്. അതിനേക്കാൾ മനോഹരമായ ആശയമാണ് അതിലുള്ളത്. അത് കേൾക്കാനത് എത്ര ഭംഗിയുണ്ട്, പക്ഷെ എന്നാൽ ഇതിൻ്റെ ആശയം അതിനേക്കാൾ ഭംഗിയുള്ളതാണ്. നോക്കൂ എത്ര ഭംഗിയിലാണത് ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കൂ, സൗജാത്തുൽ മുതഹറാത്ത്, പരിശുദ്ധരായ സ്ത്രീകൾ ഉണ്ടായിരിക്കും. വഹും ഫിൽ ജന്നതി വനഈമിഹാ ദായിമൂൻ. അനുഗ്രഹങ്ങൾ ഏതെല്ലാമുണ്ടോ എന്തെല്ലാമുണ്ടോ എത്ര അധികരിച്ചാലും ദുനിയാവിലുള്ള ഒരു പ്രയാസം എന്താണ്? അതാണ് ഇത് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. ദുനിയാവിലെ സംബന്ധിച്ചത് ഏത് നിഅമത്തും അധികരിക്കുന്നതിനനുസരിച്ച് ഭയമാണ് ഒരു സൈഡിൽ കൂടെ അധികരിക്കുക. ഒരു പൈസ ഇല്ലാത്തവൻ എത്ര സുഖമായിട്ട് കിടക്കും, കാരണം അവരുടെ അടുത്ത് മോഷ്ടിക്കാൻ ഇനിയൊന്നുമില്ല. അവൻ ചിലപ്പോൾ പണമില്ലാതെ സുഖിച്ച് കിടക്കുന്നുണ്ടാവും. പക്ഷേ പണം അധികരിക്കുന്നവൻ്റെ പേടി ഇതെല്ലാം കൂടി കയ്യിൽ നിന്നൊരു ദിവസം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതാണ്. ആരോഗ്യം വർദ്ധിക്കുന്നതനുസരിച്ചുള്ള പേടി എന്താണ്? റബ്ബേ ഇത് പോകുന്നുള്ളതാണ്. ഭാര്യ, മക്കൾ, സ്നേഹം അധികരിക്കുമ്പോൾ എന്താ പേടി? റബ്ബേ ഇവരെ വിട്ടുപിരിഞ്ഞ് ഞാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇവർ പോകുന്നുള്ളതാണ്. വീടുണ്ടാക്കിയാൽ ഇത് പൊളിഞ്ഞു വീഴോ? ബിസിനസ് ഉണ്ടാക്കിയത് തകർന്നു പോവോ? ദുനിയാവിൽ ഏതൊരു അനുഗ്രഹവും ഈ പറഞ്ഞ പേടിയില്ലാത്തതായിട്ടില്ല. അതാണ് ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളുടെയും അവസാനത്തെ മുദ്ര എന്ന നിലക്ക് അള്ളാഹു പറഞ്ഞു, ഫിഹാ ഖാലിദൂൻ, പേടിക്കണ്ട, ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങണ്ട, ഇത് അവസാനിക്കില്ല, നഷ്ടപ്പെടുകയില്ല. നോക്കൂ, ഈ അനുഗ്രഹമെല്ലാം നൽകപ്പെട്ടിരുന്നു. എന്നിട്ട് പറയാം ഇത് ഇത്ര സമയമുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ആ അനുഗ്രഹം മനസ്സിലെപ്പോഴും ഒരു കലർപ്പോടു കൂടിയാകുമായിരുന്നു. പക്ഷേ ഇങ്ങനെ അനുഗ്രഹം ആസ്വദിക്കുന്നതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവസാനമില്ലാത്ത കാഴ്ചകൾ, അവസാനമില്ലാത്ത വർധനവ്. ഈ ഖാലിദൂൻ എന്ന വാക്ക് വളരെ ഭയങ്കരം, മനുഷ്യൻ്റെ എന്തും പകരം നൽകാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണത്. ഈ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ശുഹദാക്കൾ നോക്കൂ നിങ്ങൾ, അവർ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ, ഷഹീദായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട്, അള്ളാഹുവെ, കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പം കാണുമ്പോൾ, സുഖം കാണുമ്പോൾ അവർ പറയുന്നത്, അള്ളാഹുവെ ഒന്ന് തിരിച്ചു പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ഷഹീദാകാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്നതിൻ്റെ സന്തോഷം അറിഞ്ഞപ്പോൾ. സ്വർഗം അതിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഭാഗങ്ങളിലൊന്ന് ഫിഹാ ഖാലിദൂൻ, എന്നേക്കുമാണ്, ഇത് അവസാനിക്കില്ല എന്നുള്ളതാണ്.
വഹും ഫിൽ ജന്നത്തി വനഈമ ദായിമൂൻ. ദായിമൂൻ എന്ന് പറഞ്ഞാൽ ഖാലിദൂൻ ഏതാണ്ട് മറ്റൊരർത്ഥം. ദായിമൂൻ അങ്ങനെ അതിൽ തന്നെയായിരിക്കും. ലാ യമൂതൂന ഫീഹ, അവരവിടെ മരണപ്പെടുകയില്ല, മരണം അവർ അനുഭവിക്കുകയില്ല. വലാ യഖ്റുജൂന മിൻഹ, അവിടെ നിന്നവർ വലാ യുഖ്റജൂൻ അല്ലേ അവിടെ, വലാ യുഖ്റജൂൻ എന്നാണ് ഏറ്റവും നല്ലത്. വലാ യുഖ്റജൂന മിൻഹ, അതിൽ നിന്നവർ പുറത്താക്കപ്പെടുകയുമില്ല, സ്വർഗത്തിൽ നിന്നവർ പുറത്താക്കപ്പെടുകയും ഇല്ല. നോക്കൂ, ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഈ ആയത്തിൽ മനോഹരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ബഷീറിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്, മുബശ്ശറിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്, മുബശ്ശർ ബിഹി അല്ലെങ്കിൽ വേണ്ട ബിഷാറത്തിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്, അത് ലഭിക്കാനുള്ള കാരണം അറിയിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 കാര്യം. സന്തോഷവാർത്ത അറിയിക്കുന്നതാണ് വബശ്ശിർ അയ്യുഹൻ നബി, അള്ളാഹിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ദലുൽ ഖൽഖ്, സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠരായവർ. സന്തോഷവാർത്ത അവിടുത്തെ നാവിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്നാണ് ബഷീർ അല്ലെങ്കിൽ മുബശ്ശിർ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ. സന്തോഷവാർത്ത ലഭിക്കുന്നത് ആർക്കാണ്? അതും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, മുഅ്മിനീങ്ങൾക്കാണ്. 2, സന്തോഷവാർത്ത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്ന ലഹും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗമാണ് സന്തോഷവാർത്ത. അത് എത്തിപ്പിടിക്കാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അൽ ഈമാനു വൽ അമലു സാലിഹ്, ഈമാനും അമലു സാലിഹാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഈ അവസാനത്തെ കാര്യം കൂടി പറയാം. ഇതെവിടെ നിന്നാണ് വന്നെത്തിയിട്ടുള്ളത്? ഈ സന്തോഷവാർത്ത അള്ളാഹുവിൽ നിന്നാണ്. സന്തോഷവാർത്ത എത്തിക്കാൻ ആരാ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവാണ്. അള്ളാഹ് ഒരിക്കലും വാഗ്ദാനം ലംഘിക്കില്ല. സന്തോഷവാർത്തയുടെ വലുപ്പം നോക്കൂ. അവസാനമില്ലാത്ത സ്വർഗം, ഇണകൾ, ഭക്ഷണം, മസ്കൻ എല്ലാം. ഇത് കിട്ടാൻ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ചെറിയ കാര്യം, ഈമാൻ, അമൽ സാലിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഇന്നഹു യസീറുൻ ലിമൻ യസ്റഹുല്ലാഹ്, ഇത് അള്ളാഹു ഒരാൾക്ക് എളുപ്പമാക്കിയാൽ അവനത് എളുപ്പമാണ്. ഈമാൻ, അമൽ സാലിഹ്, ഇത് രണ്ടും സഹോദരങ്ങളെ കാത്ത് സൂക്ഷിക്കുക ജീവിതത്തിൽ. ഒന്ന് ഈമാനാണ്, അതിന് നീ വില കൽപ്പിക്കുക. ഈമാന് വില കൽപ്പിക്കാതിരിക്കരുത്. ദലാലത്ത് എന്നെ ബാധിക്കില്ല, അല്ലെങ്കിൽ ഈമാൻ ഇതെനിക്ക് തോന്നുമ്പോൾ ഞാൻ എടുത്ത് ധരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകരുത്. അത് സംരക്ഷിക്കുക, അതിന് വലയം വെക്കുക, കാവൽ നിർത്തുക. ഈമാൻ എങ്ങനെ കാവൽ നിർത്തുക? അതിൻ്റെ അടുത്തേക്കൊന്നും ബാധിക്കാത്ത വിധത്തിൽ അതിന് കാവലുണ്ടാക്കുക. നല്ല കൂട്ടുകാരെ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകൾ കൊണ്ട്, നിസ്കാരങ്ങൾ കൊണ്ട്, അമലുകൾ കൊണ്ട്, ദീനി പഠനം കൊണ്ട്, സൽക്കർമ്മങ്ങൾ, ഇങ്ങനെ ഈ ഈമാനും അമലും സാലിഹ് ഇത് 2 ചെയ്താൽ മതി. ഈ പറഞ്ഞതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത്ര വലിയ സന്തോഷ വാർത്ത, പക്ഷേ എത്ര ചെറിയ പ്രവൃത്തിയാണ് പറഞ്ഞത്. കുറേ അമലോടെ ഇനി പറഞ്ഞില്ല. ഈമാൻ, അമൽ സാലിഹ്, സൽക്കർമ്മം, ഈമാനും അമലു സാലിഹാത്ത്, ചുരുങ്ങിയ വാക്കുകൾ അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നു. ഈ ആയത്തിൽ മറ്റൊരു പാഠം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ബിഷാറത്ത് അറിയിക്കുക എന്നുള്ളത്, സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് മുഅ്മിനിൻ്റെ സ്വഭാവമായിരിക്കണം. മുഅ്മിൻ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ ആഗ്രഹമുള്ളവനായിരിക്കണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് നേരെ തിരിച്ചായിരിക്കും. എന്താ പറയുക, ആൾക്കാർ ഇന്നത്തെ ഭാഷയിൽ പറയും, നെഗറ്റീവ് അല്ലാതെ അവൻ്റെ നാവൊന്നും കേൾക്കില്ല എന്ന് പറയും. ഒരാൾക്കാർ, ചില ആൾക്കാർക്ക് അതിലൊരു സന്തോഷമുള്ളതുപോലെയാണ്. വേറെ ആൾക്കൊരു ദുഃഖവാർത്ത അറിയിക്കുമ്പോൾ അവൻ്റെ ദുഃഖം കാണുന്നതിലൊരു സന്തോഷം, അതിനുവേണ്ടി മത്സരിക്കുന്ന ആളുകളെ കാണാം. അതായത് നമ്മൾ ആദ്യം അറിയിക്കും. സന്തോഷ വാർത്ത ആണെങ്കിലോ മുണ്ടൂല, അതിനെക്കുറിച്ച് പറയൂല. മുമ്പിനൊരിക്കലും അങ്ങനെയല്ല, നേരെ തിരിച്ചായിരിക്കണം. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരിക്കണം. സഹാബികൾ, ഉദാഹരണത്തിന് തബൂക്ക് യുദ്ധത്തിൽ പിന്തി നിന്ന ആളുകൾ
മൂന്നാളുകൾ അവരിൽ ഒരാൾ തൗബ ചെയ്തപ്പോൾ അല്ലെ അവരുടെ തൗബ അള്ളാഹ് സ്വീകരിച്ചു എന്ന് അറിയിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയും ഞാൻ ഓടിപ്പോയി എന്നാണ് അറിയിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. അപ്പം ഖൈർ എത്തിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, ഷർ എത്തിക്കാനോ അവർക്ക് പ്രയാസമാണ്. മറ്റൊരു മുഅ്മിനായ സഹോദരൻ്റെ മുഖത്ത് പ്രയാസത്തിൻ്റെ ഒരു ലാഞ്ചന കാണേണ്ടി വരിക എന്നത് തന്നെ അവർക്ക് പ്രയാസകരമാണ്. ഇപ്പോൾ സലഫുകൾപ്പെട്ട് ചില ആളുകൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരികിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പരിചയക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം തിരിച്ചു പോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അരികിൽ വന്ന് സഹായം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചു എന്നത് എൻ്റെ അടുത്ത് പറ്റിയ പിഴവാണ്, അബദ്ധമാണ്. ഞാനവനെ തിരിച്ചറിഞ്ഞില്ല, അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി, അവനും അങ്ങോട്ട് സഹായിച്ചില്ല. അവൻ എൻ്റെ മുന്നിൽ ഒരു സഹായം ചോദിച്ചു നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് ചില ആൾക്കാർ അങ്ങനെ പറയിപ്പിക്കും, ചോദിപ്പിക്കും, അതുവരെ അങ്ങ് എത്തിക്കും. കണ്ടറിഞ്ഞ് എത്തിക്കുന്നതിന് മുൻപ് ചോദിക്കട്ടെ ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കാതെ കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും മുഅ്മിനിൻ്റെ അവസ്ഥ. മറ്റൊരുത്തന് തൻ്റെ സഹോദരന് സന്തോഷമുള്ള കാര്യം എത്തിക്കുക, അവന് ആഹ്ലാദം എത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബശ്ശിറ വല തുനഫിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, ആൾക്കാരെ അകറ്റരുത്. ഇത് ദഅവത്തിൽ സ്വീകരിക്കാവുന്ന ശൈലിയാണ്. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം. അവർക്ക് അതിനോട് താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിൽ പറയാം, താല്പര്യം ജനിപ്പിക്കാത്ത രൂപത്തിലും പറയാം. ഏത് കാര്യവും അങ്ങനെയാണ്. ആളുകൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന രൂപത്തിലും പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും നിന്നെക്കൊണ്ട് നടക്കില്ല എന്ന രൂപത്തിലും പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തരുടെയും അവസ്ഥകൾ പരിഗണിക്കണം. ഇതിലേക്ക് എത്താന്നുള്ളതായിരിക്കണം നമ്മൾ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഇതൊന്നും എന്നെപ്പോലത്തെ ആൾക്കാർക്കേ പറ്റുള്ളൂ, നിന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന രൂപത്തിലേക്ക് എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അവിടുത്തെ അരികിൽ വന്നിട്ട് വസിയത്ത് ചോദിച്ചു. എല്ലാവരോടും ഒരേ വസിയത്താണോ? അല്ല, ഓരോരുത്തർക്കും ഓരോ വസിയത്താണ്. എന്തുകൊണ്ടാണത്? ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ്. ചില ആളുകൾക്ക് കുറേ പറ്റും, ചില ആളുകൾക്ക് അത്ര പറ്റില്ല. അപ്പോൾ അവരെ പരിഗണിക്കണം. അവർക്കും ഇത് പതുക്കെ എത്തിപ്പിടിക്കാവുന്ന സ്ഥിതിയിൽ പതുക്കെ അവരെ കൊണ്ടുവരണം. ഒറ്റയടിക്ക് ഇപ്പം തന്നെ നീ വന്ന് എല്ലാം ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സാധിക്കില്ല. അപ്പോൾ ജനങ്ങൾ അവർക്ക് നന്മയോട് താല്പര്യമുണ്ടാക്കുക, വെറുപ്പുണ്ടാക്കരുത്. ഖൈറിനോട് അടുപ്പമുണ്ടാക്കുക, ഇഷ്ടമുണ്ടാക്കുക. അത് നമ്മളെ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തബ്ശീർ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നത്. നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിന്മകൾ എതിർക്കുമ്പോൾ പൊതുവെ സ്വീകരിച്ചിരുന്ന ശൈലി എന്താ? തിന്മകൾ എതിർക്കുമ്പോൾ ധാരാളം ഹദീസിൽ നോക്കുക നിങ്ങൾ. തിന്മ എതിർത്താൽ അവിടുന്ന് എന്തു ചെയ്യുമായിരുന്നു? അതിന് ഒരു പരിഹാരമോ പകരമായി ചെയ്യാവുന്ന ഹലാലായ വഴിയോ പറഞ്ഞു കൊടുക്കരുത്. മന്ത്രം നിരോധിച്ചപ്പോൾ, ശിർക്കായ മന്ത്രം നിരോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ചു തേടിയിരുന്ന ആൾക്കാരോട് അത് തേടരുതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് ചൊല്ലിയാൽ നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തിന്മയെ വിലക്കിയത്. ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി. എത്ര ഹദീസ് അങ്ങനെ കാണാം നിങ്ങൾക്ക്. തിന്മ വിലക്കുമ്പോൾ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വ്യഭിചാരത്തിൻ്റെ പ്രയാസത്തിൽ അകപ്പെട്ട് എനിക്കിത് വ്യഭിചാരം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ വന്ന ആളോട് അത് എങ്ങനെയാണ് നോക്കൂ. ആ മനുഷ്യൻ വന്ന് ചോദിച്ചത് എന്താ? നബിയെ എന്താ ചോദിച്ചു നോക്കുക. നമ്മളോടത്തെ കാര്യത്തിന് ഞങ്ങൾ ചോദിച്ചെങ്കിൽ എന്തായിരിക്കും നമ്മളെ മറുപടി? അയാൾ വന്ന് ചോദിച്ചു, നബി എനിക്ക് വ്യഭിചാരം അനുവദിച്ചു തരണം, എനിക്കില്ല, പറ്റില്ല. അവിടുന്ന് ആട്ടാണോ ചെയ്തത്? എന്ത് ചോദ്യമാണ് ചോദിച്ചത്? എന്നോടാ ചോദിക്കുന്നത്? അവിടുന്ന് പറഞ്ഞെൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ ഉമ്മാക്കാണെങ്കിൽ തൃപ്തിപ്പെടും, ഭാര്യക്കാണെങ്കിൽ നീ തൃപ്തിപ്പെടും. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവൻ പറഞ്ഞു ഇതൊന്നും അയാൾക്ക് നടക്കുന്നില്ല. അപ്പോൾ അവസാനം അവിടുന്ന് പറഞ്ഞു, ആരുടെയെങ്കിലും ഉമ്മയോ സഹോദരിയോ ഭാര്യയോ മകളോ ആകാത്ത ഒരു സ്ത്രീയുമില്ല. എന്നിട്ട് അഞ്ഞ് പോയിക്കോന്നാണ് പറഞ്ഞത്. അല്ല, അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു, അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ശരത്ത് കൈവച്ചു, അവനോട് ദ്വാ ചെയ്തു. നോക്കൂ, അത് നമ്മൾ ചിലപ്പോൾ മറന്നുപോകുന്ന കാര്യമാണ്.
അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, ചിലപ്പോൾ അയാൾ കുടുങ്ങിയിട്ടായിരിക്കും ഇതിൽ പെട്ടിട്ടുണ്ടാവുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ച ചരിത്രങ്ങളിലൊന്നതാണ്. അദ്ദേഹത്തിനിടയ്ക്ക് ഒരു ചങ്ങാതി വന്നിട്ട് സംഗീതത്തിന് വേണ്ടി തർക്കിച്ചു, അത് അനുവദിക്കാൻ വേണ്ടിയിട്ട്. ഷെയ്ഖിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. അപ്പോൾ അവസാനം ഷെയ്ഖ് അവർകൾ സംസാരിച്ചു, ഇയാൾ ഇങ്ങോട്ട് തർക്കിക്കുക, ഷെയ്ഖ് അങ്ങോട്ട് പറയും. അവസാനം ഇദ്ദേഹം പറയാണ്, ഈ മനുഷ്യൻ പറയാണ്, ഷെയ്ഖിനോട് തർക്കിച്ച ആൾ പറയാണ്. അവസാനം ഷെയ്ഖ് ഒരു സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ദുഃഖം കൊണ്ട് കടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് അള്ളാഹുവിൻ്റെ അരികിൽ വരാനിരിക്കുന്ന പ്രയാസം എത്ര വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അദ്ദേഹം കൈവർത്തി ദുആ ചെയ്തു. ഈ മനുഷ്യൻ പറയാം, ഞാൻ അന്ന് എൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് തിരിച്ചു പോയത്, അത് മ്യൂസിക് പറ്റുന്നുള്ള വാദത്തിൽ തന്നെ. പക്ഷെ അദ്ദേഹം പറയും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൽബ് മ്യൂസിക്കിനോട്, സംഗീതത്തോട് വെറുപ്പുള്ള അവസ്ഥയിലായി, എനിക്കിത് കേൾക്കാൻ താല്പര്യം തോന്നില്ല. അദ്ദേഹം പറയും, ഞാനത് ഹറാമാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എനിക്ക് എന്നോട് വെറുപ്പ് വന്നു. ഒരു മനുഷ്യൻ്റെ ദുആ അയാൾക്ക് എളുപ്പം നൽകുന്നു. നോക്കൂ നിങ്ങൾ, നമ്മൾ ചില ആൾക്കാർ ഒരാളോട് ഉപദേശം കൊടുത്തിട്ട് അയാൾ നമ്മളോട് തർക്കിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥന അയാൾക്കെതിരെ ഇരിക്കും, അവനാരാത്. ഈ നസീഹത്ത് ഒരു മുഅ്മിൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരാഗ്രഹമുണ്ടല്ലോ, അവനെ കൊണ്ട് കൂടുതൽ. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദ്യപിച്ചിട്ട് അടി വാങ്ങിക്കുന്ന, പലതവണ അടി വാങ്ങിച്ചൊരു സഹാബി അടി കൊള്ളുന്ന സമയത്ത് കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു, എന്തൊരു ശല്യമാണ് ഇവനെ കൊണ്ട്, അള്ളാഹുവിനെ റസൂലിനെ എത്രയാണ് ധിക്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ളവരോട് പറഞ്ഞു, ലാ തകൂന ഔനൻ ലിശൈത്താൻ, ലാ തകൂന അലാ അഖീകും ഔനൻ ലിശൈത്താൻ. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് പിശാചിൻ്റെ സഹായിയായി മാറരുത്. ഒരുത്തന് ഒരു കാലം അങ്ങോട്ട് നീക്കിയാൽ പിന്നെ ഓനെ പോണോടത്തേക്ക് പോട്ടെ എന്ന നിലയ്ക്ക് തള്ളാനല്ല ശ്രമിക്കേണ്ടത്, അടുപ്പിക്കാനാണ്. ആൾക്കാർ പിടിച്ചു നിർത്താൻ ആൾക്കാരില്ല. ഹറാമിലേക്ക് അവർ ക്ഷണിക്കാനായിട്ട് ഇവിടെ എത്ര ആളുകളുണ്ട്. ഇത് ശ്രദ്ധിക്കണം. മുഅ്മിൻ ഈ തബ്ശീർ ആഗ്രഹിക്കുന്ന, ഇതിൻ്റെ അർത്ഥം തിന്മയെക്കുറിച്ച് പറയരുത് എന്നല്ല, പറയണം, തിന്മ തിരുത്തണം, പക്ഷെ നല്ല രൂപത്തിലായിരിക്കണം. അതുകൊണ്ടുള്ള ഫലങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഉപകാരങ്ങൾ പറഞ്ഞു കൊടുക്കാം, പ്രയോജനങ്ങൾ പറഞ്ഞു, നല്ല രൂപത്തിൽ അവനുകൂടി ഇത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൾക്കാർക്ക് പലപ്പോഴും ഇത് അവനവൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇത് നല്ല അറിയാം. നിങ്ങളെ കടയിലേക്ക് ഒരാൾ കയറി വന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വന്നാൽ അല്ലേ, എങ്ങനെയെങ്കിലും അവനെ കൊണ്ടത് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ അടവും എല്ലാവർക്കും അറിയാം. അവിടെ എന്തൊക്കെ ഭംഗിവാക്കുകൾ ആളുകൾ ഉപയോഗിക്കും. പക്ഷെ ദീനിൻ്റെ കാര്യമായാൽ ഈ പറഞ്ഞ ഒരു ഭംഗിവാക്കിനും ആളുകൾ സ്ഥാനം കൊടുക്കില്ല. ഞാനൊരു വാക്ക് പറയും സ്വീകരിച്ചോണം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ സ്വീകരിക്കും. മസ്ജിദിൽ വന്ന സഹാബി പറഞ്ഞു പറഞ്ഞു, ആബിദ് ഇബ്നു അബിൽ ഹക്കം അസ്സുലമി നിസ്കാരത്തിൽ ശബ്ദം ഉണ്ടാക്കിയാൽ, സംസാരിച്ചാൽ, തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ജാഹലിയത്ത് നിന്ന് അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അപ്പം ഞാൻ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോൾ ഒരാൾ തുമ്മി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചൊരു കാര്യം അൽഹംദുലില്ലാ എന്ന് കേട്ടാൽ ഇർഹമുക്കല്ലാ എന്ന് പറയണം. അദ്ദേഹം ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, നിസ്കാരത്തിൽ തന്നെ ഉണ്ട്, സംസാരത്തിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നറിയാൻ വേണ്ടി. അദ്ദേഹം പറയാം, അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി നിങ്ങളെല്ലാവരും കൂടി എന്നെ നോക്കുന്നത് എന്തിനാണ്? കൂടുതൽ സംസാരിച്ച്. അപ്പോൾ അവരുടെ തുടകളിൽ കൈകൊണ്ട് അടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കരുത്, സംസാരിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറയണം, എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഞാൻ മിണ്ടാതിരുന്നു, അവരെല്ലാം ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട്, ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ധാരാളം കേട്ട ഹദീസായിരിക്കും അത്. അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ആരാണ് സംസാരിച്ചത്? എന്നാൽ ആ സഹാബി പറയാണ്, ഉമാ റഅയ്തു മുഅല്ലിമൻ ഖത്തു അഹ്സന മിൻഹു തഅലീമൻ, അവിടത്തേക്കാൾ നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. മാ ദറബനി വമാ കഹറനി വമാ, അവിടുന്ന് എന്നോട് ശബ്ദമുയർത്തിയില്ല, എന്നെ അടിച്ചില്ല, എന്നോട് മുഖം ചുളിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിസ്കാരം സംസാരം പാടില്ല, അള്ളാഹുമായിട്ടുള്ള സംസാരത്തിന് ഇവിടെ ജനങ്ങളായിട്ടുള്ള സംസാരം പാടില്ല. നോക്ക്, സഹാബിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയാം, നോക്കുക ആ പെരുമാറ്റം അദ്ദേഹത്തിനുണ്ടാക്കിയ മാറ്റം നോക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു അടിമ സ്ത്രീയുണ്ട്, ഞാൻ അവളെ അടിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് ഖേദം തോന്നി. നോക്കൂ, അപ്പോൾ കൂടുതൽ സംസാരിക്കുക, കൂടുതൽ ചോദിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് അറാബിയുടെ സംഭവം, മൂത്രമൊഴിച്ച സംഭവം.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായിരുന്നു. നോക്കൂ, അബ്ദുല്ലാഹ് അൽ ബജലി അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇസ്ലാം സ്വീകരിച്ച സഹാബികളിൽ ഏതാണ്ട് അവസാനത്തെ 3 വർഷങ്ങളിലൊന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടല്ലാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല. എത്ര മനോഹരമായ സ്വഭാവമാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടല്ലാതെ അവിടുന്ന് എന്നോട് പെരുമാറിയിട്ടില്ല. ഇസ്ലാം ഇത്ര വൈകി സ്വീകരിച്ച ഒരാളാണത്. അദ്ദേഹത്തിൻ്റെ വാക്കാണത്. നോക്കൂ, ദീനിലേക്ക് വന്നെത്തുന്നവരോട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഹൈറ് കേൾക്കുന്ന ആളുകൾ, അപ്പം ചിലപ്പോൾ അവർക്ക് ഇസ്ലാമികമായ അടയാളങ്ങൾ ഉണ്ടാവില്ല, ഇസ്ലാമികമായ സ്വഭാവങ്ങൾ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ കുറച്ച് ആൾക്കാർ, നമ്മൾ കുറച്ച് നല്ല ആൾക്കാർ, നമ്മൾ മാത്രം അങ്ങനെ ആകരുത്. വന്നെത്തുന്നവരോട് പെരുമാറണം, അവരടുത്തിരുത്തണം, സംസാരിക്കണം, അവരോട് വിശേഷങ്ങൾ ചോദിക്കണം, അവരെ കൂടെ ചേർക്കാൻ പറ്റുമെങ്കിൽ കൂടെ ചേർക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു നല്ല പെരുമാറ്റമെങ്കിലും നൽകാൻ സാധിക്കണം. പക്ഷേ ഹദീസിലില്ലേ, എന്താ ഹദീസ്, കുല്ലു സുലാമ എന്ന് തുടങ്ങുന്ന ഹദീസ്, ഒരു മനുഷ്യൻ്റെ സന്ധികൾ ഏതൊക്കെ ഉണ്ടോ അതിലെല്ലാം അവൻ ഒരു ദിവസം ബാധ്യത ഉണ്ടെന്നാണ്. എത്ര സന്ധി ഉണ്ട്, അത്രയും സന്ധികൾ അതിനനുസരിച്ച് നന്മ ചെയ്തിരിക്കണം. എന്നിട്ട് അവിടുന്ന് പറയാം, ഇന്നതൊക്കെ സ്വതക്കകളാണ്. ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുന്നുണ്ടെങ്കിൽ അയാളെ സഹായിച്ചാൽ അത് സ്വതക്കയാണ്, ഓരോന്ന് പറയും. എന്നിട്ട് അതിൽ അവിടുന്ന് പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബ സദഖ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ സ്വതക്കയാണ്, നല്ല വാക്കെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നന്മയിൽ നിൽക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് ഈ സന്തോഷ വാർത്ത അറിയിക്കാനുള്ള സ്വഭാവം. അത് നമുക്ക് നഷ്ടപ്പെടരുത്. പ്രത്യേകിച്ച് ശിർക്കിലോ ഖുറാഫാത്തിലകപ്പെട്ട ആൾക്കാർ, ഒരു വലിയ പങ്കോളം ആളുകൾ നമ്മൾ കേൾക്കുന്ന പരാതി എന്താണ്? ഖുറാഫാത്തിൽ തുടരുന്ന ആൾക്കാർ ചിലപ്പോൾ പിന്നീട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പരാതികളിലൊന്ന്, എന്നെ പലപ്പോഴും ഇതിൽ നിന്ന് പിറകോട്ടടിച്ച ഒരു കാര്യം, നിങ്ങൾ ഈ തൗഹീദൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സിംഹം എടുത്തി നടന്ന പോലെ ചാടും. നിനക്ക് വിവരമില്ല, നീ എന്താ പഠിച്ചത്, നിനക്ക് എന്തെങ്കിലും അറിയോ? അവൻ പറയുന്നത് കുറച്ചു നേരം കേൾക്കാൻ, എന്നിട്ട് അതിന് നല്ല രൂപത്തിൽ മറുപടി കൊടുക്കാൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ശ്രമിച്ചു നോക്കുക. എല്ലാം നമുക്ക് സാധിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ശൈത്താൻ മനസ്സിൽ ദേഷ്യമുണ്ടാക്കും. പക്ഷെ ഇത് പിടിച്ചു നിർത്തണം. ഇത് അവൻ്റെ എൻ്റെയും കൂടി ആവശ്യമാണ്. ഇവൻ കഴിച്ചിലായാൽ എനിക്കും കൂടി രക്ഷയുണ്ട്, അവൻ കഴിച്ചിലായാൽ അവനും പരലോകത്ത് രക്ഷയുണ്ട്. ഈ നസീഹത്ത് സഹോദര ഹൃദയത്തിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായത് പഠിപ്പിക്കുകയും ഖൈറായ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.